وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين وأتم الصلاة وأفضل السلام على سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين أجمعين. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ ഖാദി അയാൽ തങ്ങളുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ മജ്ലിസിൽ എൻ്റെ ജലീസായി ഇരിക്കുന്നത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഹസം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഖാദി അയാൽ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യങ്ങളുടെ വിവിധ വശങ്ങൾ എടുത്തു കാണിക്കുകയാണ് നമ്മളെ. ഇനി നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്ന ഔസാഫുകൾ, അഖ്ലാഖുകൾ, വ അമ്മ അദ്ലുഹു വ അമാനത്തുഹു വ ഇഫ്ഫത്തുഹു എന്ന ഒരു ശീർഷകത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ല്, അവിടുത്തെ നീതിബോധം, അതുപോലെ അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ സിദ്ഖ്, അത് അല്ലാഹു തആല ചെറുപ്പത്തിലെ ശൈശവം തൊട്ട് നബി തങ്ങൾ ആ രീതിയിലാണ് എടുത്തത് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചെറുതായിട്ട് സൂചന നൽകിയിരുന്നു. അൽ അമീൻ, അസ്വാദിഖ്, അൽ മസ്തൂഖ് തുടങ്ങിയുള്ള സുന്ദരമായ അപരനാമങ്ങളിലൂടെയാണ് നബി തങ്ങളെ നാട്ടുകാർ, മക്ക ഖുറൈശികൾ ചെറുപ്പത്തിലേ വിളിച്ചു വന്നത്. അങ്ങനെ അവരെ വിളിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവിടുത്തെ സ്വഭാവ ശീലങ്ങൾ. ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ആമനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അധികം ജനങ്ങളിൽ വിശ്വാസ്യതയുള്ള ആളായിരുന്നു. വഅദലന്നാസ്, വഅഫന്നാസ്, ഇഫത്ത്, സിദ്ഖ്, സത്യസന്ധത, ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് മുതാഇൻ സമ്മ അമീൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്വീർ അല്ലേ 21ാമത്തെ ആയത്ത്, മുതാഇൻ സമ്മ അമീൻ എന്ന ആ ഒരായത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമീൻ എന്ന വിശേഷണം തന്നെയാണ് ഇവിടെ മുറാദ് എന്ന അക്സറുൽ മുഫസ്സിരീൻ അല അന്നഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുതാഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്നവർ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വിശേഷണമാണ് ആ പറയുന്നത് എന്ന് പറയുന്ന തഫ്സീറുകളുമുണ്ട്. ഖാദി അയ്യാൽ തങ്ങൾ പറയുന്നത് അക്സറുൽ മുഫസ്സിരീൻ അല അന്നഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖിന് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം പോപ്പുലർ ആയിരുന്നു. നുബുവത്തിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതിൻ്റെ ഒരു സംഭവം മഷഹൂറായ ഒരു ചരിത്രമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. അഥവാ ഖുറൈശികൾ മക്കയിലെ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ നടന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. ആ കഅബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി മക്കക്കാർക്ക് തീരുമാനിച്ചു. ഹലാലായ മുതൽ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ സമാഹരിച്ചത് മാത്രം, കട്ടുമുടിച്ചതോ അക്രമമോ മറ്റു രീതിയിലുള്ളതോ ഒന്നും അതിൽ ഉൾപ്പെടുത്തൂല. അവർക്ക് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചില മൂല്യങ്ങളുണ്ടായിരുന്നു. അവർ അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ കഅബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമായ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഹജറുൽ അസ്വദ്. ഈ ഹജറുൽ അസ്വദ് അത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട സമയം വന്നപ്പോൾ തർക്കായി, ഇഖ്തിലാഫായി. കാരണം അതൊരു വല്ലാത്ത ഷറഫാണ്. ആ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുക എന്നുള്ളത് വല്ലാത്ത ക്രെഡിറ്റാണ്. ആ ക്രെഡിറ്റ് തങ്ങൾക്ക് കിട്ടണം എന്ന് മക്കയിലെ പ്രമുഖമായ ഗോത്രക്കാരൊക്കെ വാശി പിടിച്ചു. ഖുറൈശികളുണ്ട്, ഖുറൈശികളിൽ പല ഉപവിഭാഗങ്ങളുണ്ട്. അവരൊക്കെ വാശി പിടിച്ചു തങ്ങൾക്കാവണം. ആദ്യം അഭിപ്രായ വ്യത്യാസമായിരുന്നു. പിന്നെ അതൊരു വഴക്കായി, വക്കാണമായി, അടിപിടിയായി. ചിലർ രക്തത്തിൻ്റെ പാത്രങ്ങളിൽ, രക്തം കൊണ്ട് നിറക്കപ്പെട്ട പാത്രങ്ങളിൽ കൈ മുക്കിയിട്ട് ആ കൈ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ രക്തം കൊണ്ട് കളിക്കാനും തയ്യാറാണ്, യുദ്ധം ചെയ്യാനും തയ്യാറാണെന്ന് അർത്ഥം, ഞങ്ങൾക്ക് അവകാശം കിട്ടാൻ പാടുള്ളൂ. അങ്ങനെ വഴക്കായി, വക്കാണമായി ഒരു അടിപിടിയുടെ യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയപ്പോഴാണ് അവരിൽ ആരോരുടെ അഭിപ്രായം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം അടിയും പിടിയും വഴക്കൊക്കെ നിർത്തി വെക്കാം, എന്നിട്ട് നമ്മൾ ശാന്തരായിരിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ വാതിലിലൂടെ, കഅബയുടെ ഒരു വാതിലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ ഭാഗത്തൂടെ ഈ കഅബാലയത്തിലേക്ക് അല്ലെങ്കിൽ കഅബ പരിസരത്തേക്ക് ഇങ്ങോട്ട് ആദ്യമായി കയറി വരുന്ന ഒരാൾ ആരായിരുന്നാലും ആ വ്യക്തിക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ ആരായുക, അദ്ദേഹത്തിൻ്റെ തീരുമാനം നമ്മൾ നടപ്പിലാക്കുക എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരും ആ സജഷൻ ആക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചു. അങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഫത്തല അലൈഹിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ആയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് നൽകപ്പെടുന്നതിന് മുമ്പാണ്. അപ്പോൾ വന്ന് കണ്ടപ്പോഴേ എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുതിർന്നു എല്ലാവരുടെ ഇടയിലും. കാരണം അവർ വളരെ വിശ്വസിക്കുന്ന
അംഗീകരിക്കുന്ന സത്യസന്ധതയിൽ ആർക്കും ഒരു സംശയമില്ലാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഹാദൽ അമീൻ റളീനാഹു എന്നവർ ഒന്നടങ്കം ഒറ്റ ശ്വാസത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഈ അമീനാണ്, അമീനായ മനുഷ്യനാണ് ഈ വന്നത്, ഈ വാവു ചെറുപ്പക്കാരൻ, അവർ പറയുന്ന അഭിപ്രായം നമ്മൾ മാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ തീരുമാനിച്ചത് ഇയാൾ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഫീമ യളവുൽ ഹജർ എന്നതിനായിരുന്നു വിഷയം. ഹജറുൽ അസ്വദിന് ആര് വെക്കും എന്നുള്ള തർക്കം. ഫഹക്കമു അവ്വല ദാഖിലിൻ അലൈഹിം, അവരിലേക്ക് ആദ്യമായി എൻട്രി എന്ന് കയറി വരുന്ന ആളാണോ അവർക്ക് അതിൻ്റെ തീരുമാനം കൊടുക്കുക, ഹക്കമാക്കുക. ഫൈദം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഖിൽ, അപ്പോൾ നബി തങ്ങൾ കയറി വരുന്നു. അന്ന് നബിയായിട്ടില്ല, നുബുവത്തിൻ്റെ ബേസത്തിൻ്റെ മുമ്പാണ്. വദാലിക ഖബ്ല നബുവത്തിഹി ഫഖാലു ഹാദാ മുഹമ്മദുൻ ഹാദൽ അമീനു ഖദ് റളീനാ ബി, ഇത് മുഹമ്മദ് ആണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദൽ അമീൻ, ഇത് അൽ അമീൻ ആണല്ലോ, ഖദ് റളീനാ ബിഹി, നമുക്കത് മതിയല്ലോ, അവരുടെ തീരുമാനം മതിയല്ലോ. പിന്നെ അവർ എന്ത് ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖലുന്നാസാണ്, ബുദ്ധിമാനാണ്, വിവേകമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. ആ സമയത്ത് ഏറ്റവും നല്ല ബുദ്ധിപരമായ തീരുമാനമാണല്ലോ നബി തങ്ങൾ എടുത്തത്. നബി തങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഞാൻ വെക്കാം എന്ന അഭിപ്രായം തീർക്കട്ടെ എന്ന് വിചാരിച്ച് ആരും എതിർക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും കാര്യം അവർക്ക് അത്രയും മതിപ്പാണ്, അത്രയും ബഹുമാനാണ്. നബി തങ്ങൾക്ക് തന്നെ ഹജറുൽ അസ്വദ് വെച്ചാമായിരുന്നു, അതല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതൊരു തുണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ തുണിയുടെ നടുവിൽ ഹജറുൽ അസ്വദ് വെക്കുക. എന്നിട്ട് ഈ തുണിയുടെ 4 ഭാഗത്തു നിന്നും പ്രമുഖരായ ഗോത്രത്തിലെ നേതാക്കന്മാരൊക്കെ പ്രതിനിധികൾ അവർ പൊക്കുക, അവരെല്ലാവരും കൂടി ഒന്നിച്ച് പൊക്കുക. എന്നിട്ട് ആ സ്ഥാനത്തെത്തുമ്പോൾ അങ്ങ് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായി, കാരണം ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഇതിൽ പങ്കായി. വലിയ ഒരു വഴക്കോളം, വക്കാണത്തോളം, ഒരു യുദ്ധത്തോളം, ഒരു രക്തച്ചൊരിച്ചിലിനോളം തന്നെ പറയാം, വഴക്കും വക്കാണം എന്നതിലപ്പുറം ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ വക്കിലെത്തിയ ഒരു വലിയ പ്രശ്നത്തെ എത്ര പൂ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പരിഹാരം കണ്ടെത്തി. അവിടുത്തെ സിദ്ഖും അമാനത്തും അവിടുത്തെ സൽസ്വഭാവവും ബുദ്ധി സാമർഥ്യവും ഒക്കെ ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലറാവാൻ, അത് പ്രശസ്തമാവാനുള്ള കാരണമായി. ഇത് ഇസ്ലാമിന് മുമ്പായിരുന്നു. അനി റബിയ ബിൻ ഹുസൈബ് എന്നവർ പറയാണ്, കാന യുതഹാകമു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജാഹിലിയ്യത്തി ഖബല ഇസ്ലാം, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് തന്നെ തർക്കങ്ങളിൽ, പ്രശ്നങ്ങളിൽ, വഴക്കുകളിൽ പരിഹാരം തേടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കായിരുന്നു. പരിഹാരം തേടിയ ആളുകൾ സമീപിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, വല്ലാഹി ഇന്നി ലഅമീനും ഫിസ് സമാഇ അമീനും ഫിൽ അർളി, ഞാൻ ആകാശത്തും സത്യസന്ധനാണ്, ഭൂമിയിലും സത്യസന്ധനാണ്. വഹയിൻ്റെ വിഷയത്തിൽ സത്യസന്ധതയുള്ളവർക്കല്ലേ ഇത് കൈകാര്യം ചെയ്യാനും പറ്റൂ. അങ്ങനെയുള്ള ആളുകളല്ലേ. അമ്പിയാക്കന്മാർക്ക് നിർബന്ധമായ സിഫത്താണല്ലോ സിദ്ഖും അമാനത്തും. അമ്പിയാക്കളിൽ ആരും തന്നെ വഞ്ചനയോ അല്ലെങ്കിൽ ചതിയോ ഉള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ ഫാഖൻ നബിയീനയാണല്ലോ, എല്ലാ പ്രവാചകന്മാർക്കും മേലെയാണല്ലോ അവിടുത്തെ സ്ഥാനവും. ചരിത്രത്തിൽ പറയാണ്, മഹാനായ ഖാദി അയ്യാൽ തങ്ങൾ പറയാണ്, കഅബ് ബിൻ അലി റളിയല്ലാഹു അൻഹു അബാ ജഹലിൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നാ ലാ നുകദ്ദിബുക വലാ നുകദ്ദിബു മാ ജീത ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ ദഅവത്ത് തുടങ്ങിയപ്പോൾ, ദീനിലേക്ക് ആളെ വിളിച്ചപ്പോൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ മക്ക ഖുറൈശികൾ. അപ്പോൾ അബൂജഹൽ ഒരിക്കൽ നബി തങ്ങളോട് നേരിട്ട് പറയാം, ഞങ്ങൾക്ക് നിന്നെ ഇൻഡിവിജ്വലി നിന്നെ കളവാക്കാൻ ഞങ്ങൾക്ക് കഴിയൂല, നിങ്ങളെ കളവാക്കാൻ ഞങ്ങൾക്ക് കഴിയൂല, സാധ്യമല്ല. നിങ്ങൾ കളവാണ് പറയുന്നത് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ആ ദൗത്യം, നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ വിളിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന ആ മതം, അത് ഞങ്ങൾ വിശ്വസിക്കണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയൂല. അവർ വിശ്വാസം നിങ്ങൾ അവർ സമ്മതിക്കുകയാണ്. അതാണ് ഷഹീദത്ത് ബിസിഹത്തിഹ ഹുഖൂലുൽ ഹുസ്സദി എന്നൊക്കെ പറയുന്ന പോലെ അസൂയാലുക്കളും ശത്രുക്കളും വരെ സമ്മതിക്കുകയാണ്. ഫഅൻസലല്ലാഹു തആല ഫഇന്നഹും ലാ യുകദ്ദിബൂനക, സൂറത്തുൽ അൻആമിലെ 33-ാമത്തെ ആയത്ത് അങ്ങനെ ഇറക്കിയത്. നബിയെ, അവർ നിങ്ങളല്ല കളവാക്കുന്നത്, അവർ അങ്ങ് കൊണ്ടുവന്ന സന്ദേശത്തെയാണ്, ദീനിനെയാണ്. അങ്ങനെ അതുപോലെ അഖ്നസ് ബിൻ ശുറൈഖ് എന്ന മഹാൻ പറയാണ്, ബദർ യുദ്ധത്തിൻ്റെ നാളിൽ ഇദ്ദേഹം അഖ്നസ് ബിൻ ശുറൈഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയാണ്, അബൂജഹലിനെ കണ്ടുമുട്ടി ബദർ യുദ്ധത്തിൻ്റെ നാളിൽ പിന്നെ അബൂജഹലിനെ കണ്ടുമുട്ടി. ഫഖാല ലഹു യാ അബുൽ ഹക്കം, അബൂജഹലിനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര് അബുൽ ഹക്കം എന്നാണ്. മക്കക്കാരുടെ കണ്ണിലുണ്ണിയും നേതാവുമായിരുന്നല്ലോ അബുൽ ഹക്കം. അബുൽ ഹക്കമിനോട് അഖ്നസ് ബിൻ ഖുറൈശി ശുറൈഖ് എന്ന് പറഞ്ഞ ഖുറൈശി നേതാവ് ചോദിക്കുകയാണ്, അബുൽ ഹക്കമെ, ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ, ഞാനും നിങ്ങളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ചോദിച്ചു. വൈറുക്ക മാ ഹുന ഗൈരി, ഞാനല്ലാതെ പാരുമില്ല, വൈറുക്ക നിങ്ങളും അല്ലാതെ, യസ്മാ അലാമന, നമ്മളെ വർത്താനം കേൾക്കാൻ മൂന്നാമനൊരാളില്ലല്ലോ, ഞാനും നിങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളൊരു ആൻസർ പറയുക ഞാൻ ചോദിക്കാൻ. തുഖ്ബിറുനി അൻ മുഹമ്മദിൻ സാദിഖുൻ ഹുവ അം കാദിബ്, മുഹമ്മദിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം? മൂപ്പര് സാദിഖാണോ അതോ കാദിബാണോ? സത്യസന്ധനാണോ അതോ മൂപ്പര് പറയുന്നതൊക്കെ കളവാണോ, കള്ളം പറയുന്ന ആളാണോ എന്ന് അബൂജഹലിനോട് അബുൽ ഹക്കമേ എന്നൊക്കെ വിളിച്ച് സോപ്പിട്ടുകൊണ്ട് അഖ്നസ് ബിൻ ശുറൈഖ് ചോദിക്കുകയാണ്. ഫഖാല അബൂജഹൽ മറുപടി പറഞ്ഞത് എന്താ? വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇന്ന മുഹമ്മദൻ ലസാദിഖ്,
മുഹമ്മദ് സത്യസന്ധനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്ത് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ വലിയ ശത്രുവാണല്ലോ അബൂജഹൽ. മരിക്കുന്നത് വരെ ആ അബൂജഹൽ സർട്ടിഫൈ ചെയ്യാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്, ഒരു സംശയവുമില്ല, അള്ളാഹുവാണ് സത്യം, ആ മനുഷ്യൻ സത്യസന്ധനാണ്. വമാ കദബ മുഹമ്മദുൻ ഖത്തു, ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞത് ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരാ സത്യം ചെയ്യുന്നത്? സത്യം ചെയ്ത് പറയുന്നത് ആരാ? അബൂജഹൽ പറയാം. അതാ പറഞ്ഞ ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടേ ഉള്ളൂ. വസാല ഹിറഖൽ, ചരിത്രം പറയുന്ന മറ്റൊരു കാര്യം മഹാനായ ഇയാൾ തങ്ങൾ പറയാം. ഹിറഖൽ ചക്രവർത്തി റോമാ രാജ്യത്തിൻ്റെ അവിടുത്തെ ഒരു ദൂതം പോയല്ലോ. അപ്പോൾ അബൂ സുഫിയാൻ ഹിറഖൽ ചക്രവർത്തി അവരൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ഹിറഖലിൻ്റെ കൊട്ടാരത്തിൽ. ഹിറാക്ലിയസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഹിറഖൽ ചക്രവർത്തി, അതേം റോമക്കാരുടെ നേതാവ്. അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, അബൂ സുഫിയാനെ, ഫഖാല ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദീബ്, നിങ്ങൾ ഈ മനുഷ്യനെ ഇപ്പോൾ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ പുതിയ നുബുവത്വവാദവുമായി ഇറങ്ങി വന്ന ആള്, പുതിയ പ്രവാചകൻ, ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കളവ് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഇതുവരെയുള്ള പ്രവാചകത്വം വാദിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കളവ് പറയുന്ന സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ, സംശയിക്കാനുണ്ടോ? ഖബല യഖൂല മാ ഖാല, ഇപ്പം പറയുന്ന കുറേ വാദങ്ങൾ പുതിയ നുബുവത്തും അതുപോലെ റിസാലത്തും ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ മാറ്റിവെക്കുക. അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും കളവ് അദ്ദേഹം പറഞ്ഞതായിട്ട് വല്ല അനുഭവം ഉണ്ടോ? കാല. അപ്പോൾ ഹിറഖൽ ചക്രവർത്തിയോട് അബൂ സുഫിയാൻ പറയാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണെന്ന് അബൂ സുഫിയാൻ പിന്നെ ഇസ്ലാമിലേക്ക് വരുന്നത് മക്കം ഫതഹിലാണ്, എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ ഹിറഖലെ മുമ്പിൽ അബൂ സുഫിയാൻ വേണമെങ്കിൽ പറയാം, എത്രയോ ഉണ്ട്, കളവ് പറയുന്ന ആളാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ല. ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നിട്ട് കൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായിരുന്നിട്ട് കൂടി, മക്കം ഫതഹിൻ്റെ നാൾ വരെ ശത്രുവായിരുന്നിട്ട് കൂടി അബൂ സുഫിയാൻ ഇവിടെ സത്യം പറയാണ്. അദ്ദേഹം പറയാ, കാലല്ല, ഇല്ല, അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കാർക്കും പറയാനല്ല, സത്യസന്ധനാണ്, സത്യമേ പറഞ്ഞിട്ടുള്ളൂ. വഖാല നദർ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞ മനുഷ്യനിൽ ഖുറൈശിനോട് പറയാണ്, ഖദ് കാന മുഹമ്മദുൻ ഫീകും ഉലാമൻ ഹദസ അർളാകും ഫീകും വഅസ്തഖുകും ഹദീസ വഅഅളമുകും അമാന ഹത്താ ഇദാ റഅയ്തും ഫീ സുദഗൈഹി ശൈബ വജാഅകും ബിമാ ജാഅകും ബിഹി ഖുൽതും സാഹിർ ലാ വല്ലാഹി മാ ഹുവ ബിസാഹിർ. നദർ ഇബ്നുൽ ഹാരിസ് എന്നവർ പറയാണ് ഖുറൈശികളോട്, എന്ത് പണിയാണ് ഖുറൈശികളെ നിങ്ങൾ എടുക്കുന്നത്? എന്ത് വിവരക്കേടാണ് നിങ്ങൾ ചെയ്യുന്നത്? കുട്ടിക്കാലം മുതൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ മനുഷ്യനെ, ചെറുപ്പകാലം തൊട്ട് ചെറിയ പിച്ച വെക്കുന്ന ഉലാമൻ ഹദസൻ, പിച്ച വെക്കുന്ന കാലം മുതലേ നിങ്ങൾ അറിയുന്ന അനുഭവിക്കുന്ന ആളാണ് ഈ മനുഷ്യൻ. ഇങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നോ? ആ മനുഷ്യൻ്റെ സത്യസന്ധതയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഗുണങ്ങളും വാഴ്ത്തിപ്പറഞ്ഞു. സത്യസന്ധനാണ്, സത്യനിഷ്ഠനാണ്, കളവില്ല, പൊള്ളില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഈ പ്രായത്തിൽ 40 വയസ്സായ ശേഷം ഈ ഒരു നുബുവത്തിൻ്റെ വാദങ്ങളുമായി അല്ലെങ്കിൽ നുബുവത്തിൻ്റെ ആശയങ്ങളുമായി വന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവരെ കളവാക്കുക, വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് നാണമില്ലേ എന്ന് അവരോട് പറഞ്ഞു. أم لم يعرفوا رسولهم فهم له منكرون. സദഖല്ലാഹ്. ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാണ്, അവർക്കറിയില്ലേ അവരിലേക്ക് നിയുക്തനായ റസൂലിനെ അവർക്കറിയില്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുമെന്നർത്ഥം. സുവാൽ ഇൻകാറാണ്. അവർക്കറിയില്ലേ എന്ന് ചോദിച്ചാൽ അവർക്കറിയാം, അറിയാതിരുന്നിട്ടല്ല, പക്ഷേ അവർ എന്തിനാണ് പിന്നെ കളവാക്കുന്നത് എന്ന്. അപ്പോൾ ഇതായിരുന്നു വബിൽ ഹദീസി അൻഹു മാ ലമസത് യദഹു യദംറഅത്തിൻ ഖത്തു ലാ യംലികു റിഖഹാ. അതിനുശേഷം തങ്ങളുടെ ഇഫത്ത് വർണ്ണിക്കുന്ന മറ്റൊരു ഹദീസാണ്. വബി ഹദീസി അലി റളിയല്ലാഹു അൻഹു വസ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ വർണ്ണിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിന്റെ ഭാഗം, മസ്തഖുന്നാസി ലഹ്ജ വഖാല ഫി സഹീഹ് വൈഹക ഫമൻ യഅദിലു ഇല്ലം മഅദിൽ ഖിബ്ത വഖസിർത ഇല്ലം മഅദിൽ. ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹാ മാ ഖുയ്യിറ റസൂലുള്ളാഹി ബി അംറൈൻ ഇല്ല ഇഖ്താറ ഇസ്റഹുമാ മാ ലം യകുൻ ഇസ്മാ ഫഇൻ കാന ഇസ്മൻ കാന ബഅദൻ നാസി മിൻഹു. അതിൻ്റെ വിവരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖ്, അവിടുത്തെ സത്യസന്ധത ഏത് വിഷയത്തിലും, അത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പോലും അവിടെ അള്ളാഹു തആല ആ രീതിയിലാണ് അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവാണ് എന്നെ അതവ് പഠിപ്പിച്ചത്, ഏറ്റവും നല്ല അതബൻ എനിക്ക് പഠിപ്പിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഖാറ്, അവിടുത്തെ ഹൈബത്ത്, അവിടുത്തെ സൗഭഗമായ ശാന്തസുന്ദരമായ ഇവിടുത്തെ പ്രകൃതം, ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ട് പറയാം. അവിടുത്തെ വ്യക്തിത്വം, അതിൻ്റെ മഹത്വം അത് വർണ്ണിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അയാൾ തങ്ങൾ ഹദീസ് പറയാണ്. وعن جابر بن سمرة رضي الله عنه تربع ربما جلس القرنفس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം, അവിടുത്തെ സംസ്കാരം, പെരുമാറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. വകാന കഥീറ സുകൂതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും മൗനം വിദ്വാന ഭൂഷണം എന്ന് മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥീറു സുകൂത്താണ്, എപ്പോഴും ഇങ്ങനെ ടോക്കറ്റീവ് അല്ല,
നമ്മൾ പറയും ടോക്കറ്റീവ് ആവുക അല്ലെങ്കിൽ ചാറ്റർ ബോക്സ് ആവുക എന്നൊക്കെയുള്ളത് ഗുണങ്ങളല്ലല്ലോ. വെറുതെ ഇങ്ങനെ ചറപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. പറയുന്നത് സത്യമായതേ പറയൂ. ആ പറയുന്നതിലൊന്നും പിന്നെ പതിരില്ല അല്ലെങ്കിൽ എടുത്തു കളയാനൊന്നുമില്ല. അത്രയും നല്ല കാര്യങ്ങളെ പറയൂ. വെറുതെ വാചകമടിക്കുന്നവരല്ല. വക്കാന കതീറ സുകൂത്തിലായ തകല്ലമു ഫീ ഗൈരി ഹാജ, ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്ന ആളല്ല. യുഅയിദു അമ്മൻ തകല്ലമ ബി ഗൈരി ജമീൽ, നല്ലതല്ലാത്തത് എന്തെങ്കിലും ആരെയും വർത്താനം അനാവശ്യം പറയുകയാണെങ്കിൽ അത് കേട്ടില്ലെന്ന് ഭവിക്കും, കേട്ടില്ലെന്ന് നടിക്കും. വകാന ദഹ്കുഹു തബസ്സുമ, അവിടുത്തെ ചിരി പോലും പൊട്ടിച്ചിരിയല്ല, ബഹളം വെച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് പുഞ്ചിരിയാണ്. കഴിഞ്ഞ ഹദീസിൽ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ പുഞ്ചിരിയെക്കുറിച്ച് വർണ്ണിച്ചല്ലോ. ഹദീസുകൾ പറഞ്ഞല്ലോ, നബിതങ്ങൾ പുഞ്ചിരിച്ചാൽ ഇവിടുത്തെ വായിൽ നിന്ന് മുത്തുകണങ്ങൾ പൊഴിയുന്നത് പോലെയാണ്. അതിങ്ങനെ പരിസരത്തുള്ള മതിലുകളിലും പരിസരത്തുള്ള ഒബ്ജക്ട്സുകളിലും തട്ടിയിട്ട് മുത്തുപൊഴിക്കുന്നത് പോലെയുള്ള വല്ലാത്തൊരു വർണ്ണന പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പുഞ്ചിരി അതായിരുന്നു. അതുപോലെ ആലിപ്പഴം കാണുന്നത് പോലെയായിരിക്കും ഇവിടുത്തെ ആ ദന്തനിരകൾ കാണുക. റസൂലുള്ളാഹിന്റെ സൗന്ദര്യവും സൗഭാഗ്യവും ആണ് ഹദീസിലൂടെ നമ്മൾ കാണുന്നത്. ഏറെയില്ല കുറവുമില്ല, അളന്നു മുറിച്ച വാക്കുകളിലാണ് ഇവിടുത്തെ സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയും സ്വഭാവവും അങ്ങനെ ആയതുകൊണ്ട് അനുയായികളും അങ്ങനെ തന്നെയായിരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുകയൊന്നുമില്ല. കാരണം അല്ലാഹുവിന്റെ ഓർഡറുണ്ട്. റസൂലുള്ളാഹിയോട് എങ്ങനെ പെരുമാറുന്ന കോഡ് ഓഫ് കോണ്ടക്ട് ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലുണ്ടല്ലോ. നിങ്ങൾ ഓർക്കാൻ സംസാരിക്കരുത്, വർത്തമാനത്തിൽ ഒച്ച കൂട്ടരുത്. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله ومن أصدق من الله قولا. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് എങ്ങനെ പെരുമാറണം, ആ സദസ്സിൽ എങ്ങനെ ഇരിക്കണം, വർത്താനം പറയുമ്പോൾ വോളി എങ്ങനെ ഇരിക്കണം എന്ന് അള്ളാഹു താല പറയുന്നത്. എന്താണ് ആ വർത്താനം? അള്ളാഹു താല പറയുന്നത്, എൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വർത്താനം കൂട്ടരുത്, ശബ്ദം കൂട്ടരുത്, വോളിയം കൂട്ടരുത് വർത്താനത്തിൽ. അവിടുത്തെ സംസാരത്തിൻ്റെ വോളിയം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വോളിയം എന്താണോ അതിൻ്റെ മേലെ നിങ്ങൾ വോളിയം പൊന്തിപ്പോകരുത്. നിങ്ങളുടെ വോയിസിന്, നിങ്ങളുടെ ശബ്ദത്തിന്. അങ്ങനെ സംഭവിച്ചു പോയാൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും. തഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു തആല ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായി സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പെരുമാറ്റത്തിന്റെ ആ ഒരു പെരുമാറ്റച്ചട്ടം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുക, മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഹബീബിനോട് പെരുമാറുമ്പോൾ, ഹബീബിനോട് സംസാരിക്കുമ്പോൾ ഹബീബിന്റെ വോയിസിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വോയിസിന്റെ വോളിയം നിങ്ങൾ നോക്കണം. ആ വോളിയത്തിലും നിങ്ങളുടെ വോയിസ് പൊങ്ങരുത്. അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താ ഉണ്ടാവുക? അനർത്ഥം ഉണ്ടാവുക എന്താ? അൻതഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകളൊക്കെ ബാത്തിലായി പോകും. അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിച്ച നിസ്കാരം, എടുത്ത നോമ്പ്, നോറ്റ നോമ്പ്, ചെയ്ത ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹു തആല തള്ളിക്കളയും, ഒന്നും സ്വീകരിക്കൂല എന്ന ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒച്ച വെച്ചുകൊണ്ട് സംസാരിച്ചാൽ എന്ന്. അപ്പോൾ ആ നബിയുടെ സദസ്സിലുള്ള അച്ചടക്കം എങ്ങനെയാണ് അതാ പറയുന്നത്. അവരൊക്കെയും അവരുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കും. നബി തങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നത്, ഉൾക്കൊള്ളുന്നത് അതാണ്. അവർ പുഞ്ചിരിക്കുകയുള്ളൂ, ഒച്ച വെക്കില്ല, ബഹളം വെക്കില്ല. അവിടത്തോടുള്ള ബഹുമാനവും അവിടത്തോടുള്ള അനുസരണവും. ക്ഷമയുടെ, സഹനത്തിൻ്റെ, ലജ്ജയുടെ, നാണത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ സദസ്സാണ്. വഖൈരിൻ വഅമാന ലാ തുർഫഅ ഫീഹിൽ അസ്വാതു വലാ തുബൻ ഫീഹിൽ ഹുറും. അതിൽ പരസ്പരം പരദൂഷണമല്ല, ഏഷണില്ല, ഒരാൾ മറ്റൊരാളെ മോശാക്കലില്ല, കളിയാക്കലില്ല, ഇതൊന്നും അവിടെ അല്ല. ഇദാ തകല്ലമ, ആ സദസ്സിന്റെ ഒരു വഖാറ് പറയാണ്. നബിതങ്ങളുടെ സദസ്സിന്റെ ആ ഒരു ബഹുമാനം പറയാം. ഇദാ തകല്ലമ, നബിതങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവ അത്രക ജുലസാഹു, നബിതങ്ങളുടെ സദസ്യരൊക്കെ തല താഴ്ത്തി ഇങ്ങനെ ഇരുന്ന് കേട്ടുകയ്യ. ഏതുപോലെ ഉദാഹരണം പറയാം, എത്ര വശ്യമായൊരു ഉദാഹരണം. നമുക്ക് അന്നമ അലാ റൂസിഹിം അത്വയ്ർ, ഈ കേട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ തലകളിലൊക്കെ വന്ന് കിളികൾ വന്നിരിക്കുന്നത് പോലെ. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കിളി വന്നിരുന്നാൽ ആ കിളി പോവാതെ, കിളി പാറാതെ അവിടെ തന്നെ യഥാസ്ഥാനത്ത് കിളി നിൽക്കണമെങ്കിൽ നമ്മൾ അനങ്ങിയാൽ കിളി പാറുമല്ലോ. അപ്പൊ ആ ഉദാഹരണം പറയുന്ന റാവിക്ക് അന്നമ അലാ റൂസിഹിം അത്വയ്ർ, തലകളിൽ വന്ന് പക്ഷികൾ വന്നിരിക്കുന്നത് പോലെ. അപ്പൊ ശാന്തമായി, അത്രയും ഒന്നനക്കം പോലുമില്ലാത്ത പാറ പോലെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും എന്താ പറയാ, ആ ഒരു ശാന്തത,
ആ സദസ് അത്രയും പീസ്ഫുൾ ആയിരിക്കും. പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി, ഒരൊച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ലാതെ ആ ഒരു വശ്യമായ ഒരു സദസ്സിൻ്റെ ഒരു ഗാംഭീര്യമാണ് ഈ ഹദീസിലൂടെ പറയുക. ഒഫീ സിഫത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പറയാം, സബബ്, നബിതങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ ഭൂമിക്ക് നോവുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയല്ല, അങ്ങനെ തന്നെ. കാരണം ഖുർആനിൽ അല്ലാഹു തആല ഇബാദുർ റഹ്മാനെ തന്നെ വിശേഷണം പറഞ്ഞ എന്താ? ഇബാദുർ റഹ്മാൻ وعباد الرحمن الذين يمشون على الأرض هونا. ഹസ്ബുക്. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ ഇബാദിന്റെ വിശേഷണം അല്ലാഹു പറയുന്നത് അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ ഹൗനൻ, ഭൂമിക്ക് വേദനിക്കാതെ, ഒച്ചപ്പാടില്ലാതെ, ബഹളമില്ലാതെ, അഹങ്കാരമില്ലാതെ, ഡംബില്ലാതെ വളരെ വിനയാന്വിതരായി നടക്കുന്ന ആളുകൾ. ഇബാദുർ റഹ്മാന്റെ തന്നെ വിശേഷണം അങ്ങനെയാണെങ്കിൽ ഇബാദുർ റഹ്മാന്റെ സയ്യിദായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങനെയായിരിക്കും. കാരണം യൻഹത്തു മിൻ സബബ് ഫിൽ ഹദീസ് അൽ-ആഖർ ഇദാ മശാ മുജ്തമിഅ യുറഫു മിൻ മശ്യതിഹി അന്നഹു ഗൈറു അർദിൻ വലാ വകീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം കണ്ടാൽ തന്നെ അറിയാം, വളരെ എന്താ പറയുക, ഒരു അഹങ്കാരമല്ല എന്ന് മാത്രമല്ല, അതിന്റെ വേറൊരു പോസിറ്റീവ് വശം കൂടി പറയാം. അതിലൊരു കസലാൻ, വലാ ലദരിൻ വലാ കസലാൻ, ഒരു മുഷിപ്പ് അല്ലെങ്കിൽ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ആലസ്യം, ഇതൊന്നും ഉണ്ടാവില്ല. വളരെ എനർജറ്റിക്കായി, വളരെ എൻതൂസിയാസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, നബിസ്വലാസ്തങ്ങളുടെ ആ ഒരു പോസിറ്റീവ്, കാണുന്നവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നും. ആ എല്ലാറ്റിലും ഒരു പോസിറ്റിവിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും. വഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇന്ന അഹ്സനൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ വർണ്ണിക്കുന്നുണ്ട് അവിടുത്തെ വർത്തമാനത്തെ, കാനഫി കലാമി റസൂലില്ലാഹി തർതീലുൻ ഔ തർസീൽ എന്ന് പറഞ്ഞാൽ സംസാരത്തിന് തന്നെ വശ്യമായ ഒരു ഒഴുക്കുണ്ടായിരുന്നു എന്നർത്ഥം. വഖാല ഇബ്നു അബി ഹാല പറയുന്നുണ്ട് നബി തങ്ങളുടെ വർണ്ണന, കാന സുകൂതുഹു അലാ അർബഅൽ ഹൽമി വൽ ഹദർ വത്തഖ്ദീർ വത്തഫക്കുർ. ആയിഷ ബീവി പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസ് ഹദീസ ലൗ അദ്ദഹുൽ അദ്ദു അഹ്സാ. നബി തങ്ങൾ വർത്തമാനം പറയുകയാണെങ്കിൽ ആ വാക്കുകൾ അങ്ങനെ മീറ്റർ വെച്ച് എണ്ണാൻ കഴിയും. നബി തങ്ങൾ സംസാരിക്കുക അത്രയും കൃത്യമായിരിക്കും എന്നർത്ഥം. എണ്ണാൻ നോക്കുകയാണെങ്കിൽ, മീറ്റർ വെക്കാന്ന് ഞാൻ ഉദാഹരണം, ലൗ അദ്ദഹുൽ അദ്ദു, എണ്ണാൻ ഒരാൾ നിൽക്കുകയാണെങ്കിൽ എണ്ണി എടുക്കാൻ പറ്റിയ വാക്കുകളായിരിക്കും. ആ വർത്തമാനത്തിന്റെ ഒരു ഭംഗി, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ താളഭംഗി എന്ന് പറയില്ലേ, ആ വർത്തമാനം അത്രയും മനോഹരമായിരുന്നു. വിശ്വാസങ്ങളുടെ വേറെ ചില വിശേഷണങ്ങൾ പറയാം. വക്കാന യുഹിബ്, ജനറലായിട്ട് ഇവിടുത്തെ ചില വിശേഷണങ്ങൾ. വക്കാന യുഹിബ് ത്വയ്ബ, സുഗന്ധങ്ങൾ നമുക്ക് ഇഷ്ടമായിരുന്നു. വറായിഹത്തുൽ ഹസന, നല്ല വാസനകൾ ഇഷ്ടമായിരുന്നു. സുഗന്ധവും ഇഷ്ടമായിരുന്നു. സുഗന്ധം ഉപയോഗിക്കുമായിരുന്നു. ഉപയോഗിക്കൽ ഉത്തമല്ലാത്ത ഭാഗത്ത് ഒഴിവാക്കും, ഉപയോഗിക്കാൻ അനുവദനീയമായ ഭാഗങ്ങളിലൊക്കെ വയസ്താമിലുഹുമാ കസീറ, നല്ല വാസനയും തീവും അവിടുന്ന് ഉപയോഗിക്കുമായിരുന്നു. വയഹുദ്ദു അലൈഹിമ, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വയഖൂൽ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വത്തയ്യിബ് വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. സുഗന്ധങ്ങളോടുള്ള ഇഷ്ടം അവിടുന്ന് തുടർന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഖുർറത്തു ഐനി, എൻ്റെ കൺ കുളിർമ എന്ന് പറഞ്ഞ നിസ്കാരത്തിലാണ്. സുഗന്ധങ്ങൾ എനിക്കിഷ്ടമാണ്, അതുപോലെ പലതും ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കൺ കുളിർമ എനിക്ക് നിസ്കാരത്തിലാണ്. ഒമിൻ മുറുവത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹിയുൻ നഫ്ഖി ഫി തആമി വശറാബ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ചില മര്യാദകൾ, ജനറലായിട്ട് അവിടുത്തെ ചില എറ്റിക്വറ്റ്സ് എന്നൊക്കെ പറയും, അതിന് അവിടുത്തെ ചില മര്യാദകളെ പറ്റി പറയാണ്. നഫ്ഖു ഫി തആമി വശറാബ്, ഭക്ഷണത്തിലും തീറ്റയിലും അതുപോലെ ഭക്ഷ്യപാനീയങ്ങളിൽ, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലോ വെള്ളത്തിലോ അവിടെ നിന്ന് ഊതൂല, അതിൽ എന്താ പറയുക, അതിൽ പിന്നെ ഊതുകയില്ല. അതുപോലെ വല്ലം ആക്കുലിമിമ്മായലി, അത് ജനറലായിട്ട് വിശ്വാസങ്ങൾ ചില ടേബിൾ മാനേഴ്സ് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കഴിക്കൂല എന്ന് മാത്രമല്ല, ഒരു സഹാബി ചരിത്രത്തിലുണ്ട്, ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി വിശ്വാസങ്ങൾ എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ തലകയിൽ നിന്ന് കഴിക്കുമ്പോൾ വിശ്വാസങ്ങൾ തിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല മോനെ, ആരെ സമ്മില്ലാഹ വകുൽ ബിയമീനി വകുൽ മിമ്മാ യലീക അഹ്സൻത്. പുണ്യനബി പറഞ്ഞു കൊടുക്കുക, സമ്മില്ലാഹ ബിസ്മി ചൊല്ലി തുടങ്ങും മോനെ, വകുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് തിന്ന്, വകുൽ മിമ്മാ യലീക, ഓരോ തിന്നുന്നവനും അവരുടെ നിയറസ്റ്റ് പാർട്ട്, ഏറ്റവും അടുത്ത് അവിടുന്ന് ഇവിടുന്ന് ചിലപ്പം ഇഷ്ടപ്പെട്ടതൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വാരി വലിച്ച് കഴിക്കരുത്. അത് ചെറിയ കുട്ടികളോടെന്ന പോലെ വിശ്വാസങ്ങളെ നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഞങ്ങൾ ടേബിൾ മാനേഴ്സ് നോക്കുമ്പോഴും ഏറ്റവും നല്ല മാനേഴ്സ് പഠിപ്പിച്ച പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലംറു ബിസ്സിവാക്കി ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ പറയാം. റവാഹി വസ്തിഅമാൽ ഖിസാലിൽ ഫിത്ര, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം വെട്ടി വൃത്തിയാക്കുന്ന വിഷയം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഗുണത്തിൻ്റെ, നവാഫത്തിൻ്റെ, വൃത്തിയുടെ, മാന്യതയുടെ, മര്യാദയുടെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാതെ വിട്ടിട്ടില്ല, ചെയ്യാതെ വിട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുള്ള ചില സ്വഭാവങ്ങൾ, പൊതുവായ ചില സ്വഭാവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ, സ്വഭാവങ്ങളെന്ന് മാത്രമല്ല അവിടുത്തെ ശീലങ്ങൾ, അവിടുത്തെ അദബുകൾ, മര്യാദകൾ, അവിടുത്തെ പറഞ്ഞതും ചെയ്തതും പഠിപ്പിച്ചതും, അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തോടുള്ള നയം. ഭക്ഷണം എത്ര കഴിക്കണം, ഭക്ഷണം മനുഷ്യന് എത്ര ആവശ്യമുണ്ട്, ആവശ്യത്തിനനുസരിച്ച് കഴിക്കണം. അത് ഏത് ഇനങ്ങളാണെങ്കിലും
അതിലും വ്യക്തമായ നേരേഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്ന വാക്കുകളിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണാം. ആധുനിക എന്നല്ല, ഏത് കാലഘട്ടത്തിലുമുള്ള വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ വൈദ്യരംഗത്തുള്ളവർക്കൊക്കെ ഇന്ന് വലിയ അത്ഭുതമായിരുന്നിട്ടുണ്ട്. അത്രത്തോളം കണിശമായിട്ട് പറഞ്ഞ എന്താ പറയുക, വൈദ്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ, മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് മെയിൻ്റനൻസിൻ്റെ ആമുഖമായി എഴുതപ്പെടാൻ പറ്റിയ വാക്കുകളാണ്. അവിടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ട്, മാ മലഅബ്നു ആദം. അതിലപ്പുറമുള്ള മെഡിക്കൽ സയൻസിലൊന്നും ഞാൻ പറയാനല്ല. മാ അകലബ്നു ആദമ മാ മലഅബ്നു ആദമ ബിയാൻ ശർറൻ മിൻ ബത്നി ഹസ്ബു ബനി ആദമ ഉകുലാത്തുൻ യുഖിംന സുൽബ ഫഇൻ കാന ലാ മഹാല ഫസുലുസുൽ ലിതആമി വസുലുസുൽ ലിശറാബി വസുലുസുൽ ലിനഫസി. എത്ര സുന്ദരമായ വാക്കുകളാണ്, കവിത തുളുമ്പുന്ന വാക്കുകൾ പോലെ മനോഹരം, ആശയസമൃദ്ധം. പുണ്യനബി പറയാം, ഒരു മനുഷ്യനും ഒരു പാത്രവും നിറച്ചിട്ടില്ല. മാ മലഅബ്നു ആദമ, ഒരു മനുഷ്യനും നിറച്ചിട്ടില്ല വ്യാൻ ഒരു പാത്രവും ശർറൻ മിൻ ബത്നി, സ്വന്തം വയറിനേക്കാൾ അധമമായ, സ്വന്തം വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിറച്ച പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവൻ്റെ ആമാശയമാണ്. അതിലപ്പുറം എങ്ങനെ പറയാം, വാരി വലിച്ചു കഴിക്കുക, ഇദ്ഹാലു താമി അല തായം, നിറഞ്ഞിട്ട് വയറ് നിറഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഭക്ഷണം കുത്തി നിറച്ച് കഴിക്കുന്നത്, അത് ഏത് കാലഘട്ടത്തിലും, അത് ആധുനിക ശാസ്ത്രം എന്നല്ല, ഏത് കാലഘട്ടത്തിലും അത് ലോകം വിലക്കിയിട്ടുള്ള കാര്യം, ബുദ്ധിയുള്ളവരൊക്കെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ അഷ്ടാംഗ ഹൃദയത്തിൽ പിന്നെ മുനിയോ അതായത് അതിൻ്റെ ആൾ പറയുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. അതിലും ഈ മിതമായ ഭക്ഷണം, അതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറഡോട്ടസോ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വായിച്ചിട്ടുണ്ട്, മനുഷ്യൻ ഏറ്റവും ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആമുഖം, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനം. പുണ്യനബി പറയുന്നത് ഒരു മനുഷ്യൻ നിറച്ച പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവൻ്റെ ആമാശയമാണ്. എന്നിട്ട് പറയാം, മനുഷ്യന് മതി, മനുഷ്യപുത്രന് മതി ഉകുലാത്തുൻ യുഖിംന സുൽബ, അവൻ്റെ ബാക്ക് ബോൺ, അവൻ്റെ സുൽബ്, അവൻ്റെ എന്താ പറയുക, നട്ടല് നിവർത്തിപ്പിടിക്കാൻ എത്ര ഭക്ഷണം വേണോ, ദാറ്റ് ഇസ് ഇനഫ്. അത്രയും അതിലപ്പുറമുള്ളതൊക്കെ ഓവറാണ്. സുൽബ, ഒരു മനുഷ്യന് തന്നെ നട്ടല് നിവർത്തിപ്പിടിച്ച് നിൽക്കാൻ മാത്രമുള്ള ഭക്ഷണം എത്ര വേണോ അത്രയും ആയാൽ മതി. ഫൈൻകാനല മഹാല, കൂടാതെ കഴിയൂല്ലെങ്കിൽ കുറച്ചും കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ പറയണം. ഫസുലുസുല്ലി തായമി, 1/3 ഭക്ഷണത്തിന് വെക്കുക, 1/3. വസുലുസുല്ലി ഷറാബി, 1/3 വെള്ളത്തിന് വെക്കുക, കുടിക്കാനും പാനീയത്തിന്. വസുലുസുല്ലി നഫസി, ബാക്കി അങ്ങനെ എയറിനും വേണ്ടിയിട്ട്, നഫസിന് ശ്വാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും മിതത്വം പാലിക്കണം. അപ്പോൾ ഭക്ഷണത്തിലും പാനീയത്തിലും പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുലർത്തിയ അവിടുത്തെ ആ കണിശത, അവിടുത്തെ ആ ഫിത്രത്ത്, അവിടുത്തെ ആ വല്ലാത്ത ഒരു എന്താ പറയുക മര്യാദാശീലം, അല്ലെങ്കിൽ അവിടുത്തെ തിരിച്ചര്യ എത്രത്തോളം മാതൃകാപരമാണ് എന്നാണ് ഖാദിയാ തങ്ങൾ ഈ ഭാഗത്ത് പറയുന്നത്. വഖാല ബഅദു സലഫ് ലാ തഅകുലു കസീറ ഫതശ്റബു കസീറ ഫതർഖുദു കസീറ ഫതഖ്സിറു കസീറ. ഒരുപാട് തിന്നണ്ട, ഒരുപാട് കുടിക്കേണ്ടി വരും, ഒരുപാട് തിന്നാൽ ഒരുപാട് കുടിക്കേണ്ടി വരും, അതുണ്ടായ ഒരുപാട് ഉറങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിരിക്കും. കാരണം അമിതമായ ഉറക്കം മനുഷ്യന് നഷ്ടം ഉണ്ടാക്കും, ദുന്യവിയും ഉഖ്റവിയുമായ നഷ്ടങ്ങൾ ഉണ്ടാക്കും. എല്ലാം മിതത്വം പാലിക്കണം. വഖദ് റുവിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഹബ്ബത്തു ആമിലൈഹി മാ കാന അലാ അള്ളഫഫ് ഐ കസറത്തുൽ ലൈദി. നബി തങ്ങളുടെ മറ്റൊരു ടേബിൾ മാനേഴ്സ് പറഞ്ഞ പോലെ ഫുഡ് മാനേഴ്സ്, അതിൻ്റെ സ്വഭാവം പറയാം. നബിസ്വല്ലല്ലാഹു ഭക്ഷണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂടുതൽ ആളുകളുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ രുചിയോ ഭക്ഷണത്തിൻ്റെ ഇനമോ അതിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ വൈവിധ്യമോ അല്ല, കൂടുതൽ കൈകൾ കാണണം. ഭക്ഷണം വിളമ്പുമ്പോൾ കസറത്തുൽ ഐദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്നാൻ കുറേ ആളെ കാണണം. ഒറ്റയ്ക്കിരുന്ന് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാനുണ്ട് വീട്ടിൽ, ഞാനും കുട്ടികളും മക്കളും നിന്നാന്നുള്ളതല്ല വിശ്വാസങ്ങളുടെ ശൈലി. അതിൽ കൂടുതൽ ആളുകളെ വിളിക്കുക, കൂടുതൽ ആളുകളെ സൽക്കരിക്കുക, ഒരുപാട് വയറുകളിലേക്ക് ഭക്ഷണം എത്തിക്കുക. ഇതാണ് വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ ലം യംതലിക ജൗഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബഅൻ ഖത്തു. ആയിഷ ബീവി പറയാൻ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, അവിടുത്തെ ജീവിതം ഒപ്പിയെടുത്ത പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ പറയാ, പുണ്യനബിയുടെ വയറ് ഒരിക്കൽ പോലും നിറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിയുടെ വയറ് ഒരിക്കലും നിറഞ്ഞിട്ടില്ല. വഅന്നഹു കാന ഫീ അഹ്ലിഹി ലാ യസ്അലുഹും തആമ വലാ യതശഹഹു ഇൻ അതഅമൂഹു വകല ഔ മാ തഅമൂഹു ഖബില വമാ സഖൗഹു ശരിബ. നബി തങ്ങൾ ഒരിക്കലും വീട്ടിൽ വന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അലമ്പുണ്ടാക്കൂല. നിങ്ങൾ എന്തേ അതുണ്ടാക്കാഞ്ഞത്, എന്തേ ഇതുണ്ടാക്കാഞ്ഞത് എന്ന് പറയില്ല. അവരെന്താ ഉണ്ടാക്കുന്നത് കഴിക്കും, അവർ നല്ലതുണ്ടാക്കിയാൽ കഴിക്കും, ഇല്ലെങ്കിലോ അവിടെ നിന്ന് ക്ഷമിക്കും, അവിടെ നിന്ന് ക്ഷമ പാലിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അലമ്പുണ്ടാക്കുന്ന സ്വഭാവക്കാരനല്ല. അവർ കൊടുക്കുന്നത്, അവർ ഉണ്ടാക്കുന്നത് കഴിക്കും, അവർ കൊടുക്കുന്നത് കഴിക്കും, കുടിക്കും. അങ്ങനെ ഹദീസുകൾ ഒരുപാട് വിശദീകരിച്ച് പറയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവം. വേറൊരു ഹദീസിലുണ്ട്, മാ ആബ റസൂലുള്ളാഹി തആമൻ ഖത്തു ഇനിഷ്തഹാഹു വകല വഇൻ കരിഹഹു തറക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തിന് മോശം പറയില്ല, അതിന് ഐബാക്കി പറയില്ല, ഇത് മോശമായി എന്ന് പറയില്ല. ഇനി ഇഷ്തഹാഹു വക്കല, കൊള്ളാമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൽക്കാലം കഴിക്കില്ല എന്നേ ഉള്ളൂ. എന്നല്ല ഇത് മോശമായി എന്നോ ഉപ്പ് കൂടിയെന്നോ മുളകേറിയെന്നോ എന്തെങ്കിലും അതിൻ്റെ കൂട്ടിലോ അതിൻ്റെ കുക്കിങ്ങിലോ അതിനൊന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മോശം പറയില്ല. ആർക്കും ഒരു വേദനയും ഒരു വിഷമം ഉണ്ടാക്കില്ല. എന്ന് മാത്രമല്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നവർക്ക് മധുവും അതിൻ്റെ വിശേഷണം അവർക്ക് സന്തോഷിപ്പിക്കുന്ന വാക്കുകളും ഇവിടെ നൽകുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. അതുപോലെ സഹിയായ ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആകുലുകമായ കുലുൽ അബ്ദ് വഷ്റബുകമായ ഇഷ്റബുൽ അബ്ദ് വലാ കുലു മുത്തക്കിയ. ഒരടിമ ഒരു യജമാനന്റെ മുമ്പിലിരിക്കുന്ന അടിമ എങ്ങനെ കഴിക്കുക? ഒരിക്കലും അവരുടെ അഹങ്കാരത്തോടു കൂടി കഴിക്കൂലല്ലോ. ഒരു ഉടമയുടെ മുമ്പിലിരിക്കുന്ന, ഒരു യജമാനന്റെ മുമ്പിലിരിക്കുന്ന അടിമ കഴിക്കുന്ന ഭാവമാണ് എൻ്റെ ഭക്ഷണത്തിന്, എൻ്റെ കുടിപ്പിന്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ കുലുകമായ കുലുൽ അബ്ദ്, അടിമയെ പോലെ, അഷ്റബുകമായ കുലുൽ അബ്ദ് അഷ്റബുകമായ ഇഷ്റബുൽ അബ്ദ്, അടിമ കുടിക്കുന്നത് പോലെ, വല ആ കുലു മുത്തക്കിയ, ചാരി ഇരുന്നിങ്ങനെ കഴിക്കുക കുടിക്കുക എന്നുള്ളത് ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടല്ലേ പുണ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലും ഇല്ല. ആ ഒരു ഭാവം പോലും അതിലുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സൂക്ഷ്മത പുലർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാക്കുകളിൽ, അവിടുത്തെ വചനങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കണിശമായ ശ്രദ്ധയും അവിടുത്തെ ആ പരിപാവനമായ മര്യാദകളും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ അവിടുത്തെ ഉറക്കം, ആ ഉറക്കത്തിനെപ്പറ്റി പറയുമ്പോഴും ആ ഉറക്കത്തിലുമുണ്ട് വിശേഷണങ്ങൾ. കിടക്കുന്ന രീതി, എങ്ങനെ കിടക്കുന്നു, എങ്ങനെ ഉണർന്നെണീക്കുന്നു, എല്ലായ്പ്പോഴും കിടക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമങ്ങളും റബ്ബിൻ്റെ സ്മരണയും ഉണർന്നെണീക്കുമ്പോഴും അതെ. ഇങ്ങനെ ജീവിതകാലം ജീവിതത്തിൻ്റെ എല്ലാ ആട്ടങ്ങളും അനക്കങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അതിനെ ക്രമപ്പെടുത്തി, അതിനെ കരുപിടിപ്പിച്ച് ക്രമപ്പെടുത്തിയുള്ള ഒരു ജീവിതം. അള്ളാഹുവിൻ്റെ ഹബീബ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തഫദ്ദൽ. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله. അള്ളാഹു പറയാം, അള്ളാഹുവിൻ്റെ ഹബീബിൽ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉജ്ജ്വലമായ അത്യുത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, പുണ്യ റസൂലിനെ വിശ്വസിക്കുന്നവർ, അന്ത്യനാളിൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നവർ, അന്ത്യനാളിനെ കാത്തിരിക്കുന്നവർ, വിശ്വാസമുള്ളവർ എന്നർത്ഥം. അവർക്കൊക്കെ പുണ്യ റസൂലിൽ ഉജ്ജ്വലമായ മാതൃകയുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്ന വിഷയത്തിൽ നിന്ന് പറഞ്ഞില്ലല്ലോ, അത് എല്ലാ അക്രിലും ഷുർബിലും, കുടുംബജീവിതത്തിലും, വ്യക്തിജീവിതത്തിലും, സാമൂഹ്യ ജീവിതത്തിലും, സ്വകാര്യ ജീവിതത്തിലും, അത് വീട്ടിനകത്തും അതുപോലെ പുറത്തും എല്ലായിടത്തും, ജീവിതത്തിൻ്റെ ഓൾ വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളുണ്ടോ, ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടോ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ റസൂൽ മാതൃകയുണ്ട്. ആടുകളെ മേച്ചു നടന്ന ആട്ടിടയനായി ജീവിച്ചപ്പോഴും, അതുപോലെ അനാഥ ബാലനായി വളർന്നപ്പോഴും, അങ്ങനെ നോക്കി കച്ചവടക്കാരനായ ഖദീജ ബീവിയുടെ മുതലുകളുമായി അന്യരാജ്യങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വന്നപ്പോഴും, അതുപോലെ നാട്ടുകാരിൽ ഒരാളായി ജീവിച്ചപ്പോഴും, അതുപോലെ ഖദീജ ബീവിയുടെ ഭർത്താവായി ജീവിച്ചപ്പോഴും, ആയിഷ ബീവിയുടെ അതുപോലെ അസ്വാജുൻ നബി അവരുടെയൊക്കെ ഭർത്താവായി ജീവിച്ചപ്പോഴും, അതുപോലെ പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പയായിരുന്നപ്പോഴും, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ വല്ലിപ്പയായിരുന്നപ്പോഴും, യോദ്ധാവായി യുദ്ധക്കളങ്ങളിൽ ഇരുന്നപ്പോഴും, സന്ധി സംഭാഷണങ്ങൾക്ക് ശത്രുക്കളുമായി സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടപ്പോഴും, എന്തിനാണ് ഇവിടെയാണ് ഏതിലാണ് മാതൃകയില്ലാത്തത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം മുച്ചൂടും മാതൃകയാണ്. അവിടുത്തെ ജീവിതത്തിൻ്റെ അലിഫ് തൊട്ട് യാവ് വരെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സ്പന്ദനങ്ങളിലും, ഓരോ അട്ടങ്ങളിലും അനക്കങ്ങളിലും, എല്ലാ പൾസുകളിലും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളിലും മാനവിക കുലത്തിന് അത്യുത്തമമായ മാതൃകയുണ്ട്. വസദഖല്ലാഹുൽ അദീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ.